അസ്സലാമു അലൈക്കും ഓൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ക്ലാസ് ആയിട്ടാണ് കേട്ടോ. ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ 20ാമത്തെ എംബ്രോയ്ഡറി സ്റ്റിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രഞ്ച് നോട്ടിനാണ് കേട്ടോ സ്റ്റിച്ചിൻ്റെ നെയിം. അതിനായിട്ട് ഇതാ ഞാൻ സ്റ്റിച്ച് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിന് ഒരു ത്രെഡ് എടുത്തിട്ട് 6 ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിതാ അതുപോലെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാം. സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ആ ത്രെഡിൽ 3 പ്രാവശ്യം സൂചിയിൽ ഇങ്ങനെ ചുറ്റാണ് ചെയ്യുന്നത്. എന്നിട്ട് സൂചി കുത്തിയെടുത്തില്ലേ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് സൂചി കുത്തി ഇറക്കാണ് ഫ്രഞ്ച് നോട്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു കെട്ട് പോലെ വരും. സൂചിയിൽ 3 പ്രാവശ്യം ചുറ്റിയിട്ടും 4 പ്രാവശ്യം ചുറ്റിയിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. 2 പ്രാവശ്യം ചുറ്റിയിട്ട് ചെയ്താൽ അത് സ്മോൾ ആയിട്ടുള്ളൊരു ഫ്രഞ്ച് നോട്ടാവും. ഒരു നല്ലൊരു ഭംഗിയിൽ കിട്ടുക ഒരു 4 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ ചുറ്റിയിട്ട് കിട്ടുന്നതാണ് നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഓരോ ഡിസൈൻ അനുസരിച്ചിട്ട് എങ്ങനെയാണോ ഡിസൈനിൽ എത്രത്തോളം വലുപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ സ്റ്റിച്ച് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിച്ച് ബോർഡിൽ കാണിക്കുന്നത്. അതിൻ്റെ നെയിം എഴുതിയിട്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാനും സ്റ്റിച്ച് ഏതാണെന്ന് കൺഫ്യൂഷനൊക്കെ ആകുമ്പോൾ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുമ്പോഴാണ് ഞാനിങ്ങനെ കയ്യിൽ പിടിച്ച് ചെയ്യുന്നത് കാരണമാണ് ഇത് ഇത്ര ക്ലിയർ ആവാത്തത്. ഇനി നമ്മൾ ഫ്രെയിമിൽ വെച്ചിട്ട് മോട്ടിഫിൽ വെച്ചിട്ട് ചെയ്യുമല്ലോ ഡിസൈനിൽ, അപ്പോൾ നിങ്ങൾക്ക് നേരെ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലെത്തുള്ളൂ. അങ്ങനെ കേട്ടോ ഞാൻ മോട്ടിഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. മോട്ടിഫിൽ ഇതാ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ലൈൻ ഇങ്ങനെ വരച്ചെടുത്തിക്കാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഈ ലൈനിൽ നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുകയാണ്. നമ്മൾ ഈ തണ്ടിനൊക്കെ നമുക്ക് സ്പ്ലിറ്റ് സ്റ്റിച്ച് ചെയ്താലാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ അത് ആ സ്റ്റിച്ചിൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ അതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവർ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലൈനിൽ ഫുള്ളായിട്ട് സ്പ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിൽ വീഡിയോസ് ആക്കിയിട്ട് ഇടുന്നത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ എംബ്രോയ്ഡറി ക്ലാസ്സാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ 20ാമത്തെ സ്റ്റിച്ച് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് എല്ലാവരും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടെ കമൻറ്റും കൂടെ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ 6 ത്രെഡാണ് എടുത്തിട്ടുള്ളത്. സൂചിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം അതിലൊരു 3 ചുറ്റിയിട്ട് ആ കുത്തിയെടുത്തതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് എല്ലാവർക്കും വീഡിയോയിൽ കാണുന്നുണ്ടാവും ആ സൂചി കുത്തി ഇറക്കുകയാണ് ചെയ്യുക. അതപ്പോൾ കെട്ടുകൊടുങ്ങാനൊക്കെ സാധ്യതയുണ്ട്. ഫസ്റ്റ് ചെയ്യുമ്പോൾ ചിലവർക്ക് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. എന്നാലും 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ. ഇതാ ഇതുപോലെ നമുക്കിതിൽ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാം. വീഡിയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഇങ്ങനെ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ 3 പ്രാവശ്യം ഇതിലിങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. എന്നിട്ട് അത് കുത്തിയെടുത്തതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് സൂചി കുത്തി ഇറക്കുകയാണ് ചെയ്യുക. നമ്മൾ കയ്യിലിങ്ങനെ വലിക്കുന്നുണ്ടല്ലോ ഒരു ത്രെഡ്, ആ ത്രെഡ് ചെറുതായിട്ടൊന്നിങ്ങനെ വലിച്ചു പിടിക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്കിതിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് നമ്മളെ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളായിട്ട് വരാം.